അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് പഴുത്ത 4 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു നല്ലോണം കഴുകി ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം തോലെല്ലാം കളഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാങ്ങ ഞാൻ വേവിക്കാൻ വേണ്ടി ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ വെന്ത് വരുമ്പോഴേക്ക് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ 1/4 ടേബിൾ സ്പൂൺ ജീരകം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ വേവിക്കാൻ വെച്ച മാങ്ങയൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാങ്ങയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ അരച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അരച്ച് വെച്ച തേങ്ങ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനൊരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തൈര് ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മാങ്ങക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.